ഇല്ലാതിരിക്കൂല. മഹാലക്ഷ്മിയുടെ അനുഗ്രഹവും പിന്നെ വൈകുണ്ഠനാഥനായ ഭഗവാന്റെ അനുഗ്രഹം കിട്ടുന്ന ദിവസമാണ് നാളെ. പിന്നെ സർവ്വ ഐശ്വര്യത്തിനു വേണ്ടി എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലുക. നിങ്ങൾക്ക് അറിയുന്ന ഭഗവാന്റെ നാരായണ നാമങ്ങൾ ചൊല്ലുക, ലക്ഷ്മി സ്തോത്രം ചൊല്ലുക. അപ്പോൾ അവരിൽ ലക്ഷ്മി നാളെ കുടികൊള്ളുന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഏകാദശി വ്രതമൊക്കെ എടുക്കുന്നവർ ഏകാദശി വ്രതമൊക്കെ എടുക്കാൻ നാളെ. പിന്നെ സർവ്വ ഐശ്വര്യങ്ങൾ നൽകുന്ന ദിവസമാണ് നാളെ ലക്ഷ്മി ദേവിയുടെയും ഭഗവാന്റെ. അപ്പം വൈകുണ്ഠ ഏകാദശി എല്ലാവരും ഓർക്കുക. നാളെ ഭഗവാന്റെ പിന്നെ മഹാവിഷ്ണുവിൻ്റെ അമ്പലത്തിൽ പോയിട്ട് എല്ലാവരും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ നമുക്ക് ഇതിനു മുമ്പുണ്ടായിരുന്ന നെഗറ്റിവിറ്റി, ബാഡ് തിങ്സ് ഒക്കെ അതിനൊക്കെ അവിടെ പോയിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, നാളത്തെ സ്പെഷ്യൽ ഡേ നിങ്ങൾ അവിടെ പോയിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നെഗറ്റിവിറ്റി ഒക്കെ കഴുകിക്കളഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവ് എനർജി വന്നു ചേരുന്ന ദിവസമാണ് നാളെ.